നമസ്കാരം. ഭാരത് ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. പ്രശാന്ത്ജി, ഇലക്ഷനൊക്കെ തകർത്ത് വോട്ടൊക്കെ എണ്ണി ഇനി മുഖ്യമന്ത്രി ആരാണെന്ന് അറിഞ്ഞാൽ മതി അല്ലേ? ബംഗാളിലും എന്ന് അധികാരത്തിലേറുമെന്ന് അറിഞ്ഞാൽ മതി. തമിഴ്നാട്ടിലും കേരളത്തിലും. തമിഴ്നാട്ടിൽ സർക്കാർ വരുമോ അതോ 108 പേർ ഒറ്റയടിക്ക് രാജിവെക്കുമോ? എങ്കിലത് രാജ്യത്തെ ചരിത്രമാണല്ലേ, 108 MLA ഒറ്റയടിക്ക് രാജിവെക്കുന്നത്. പക്ഷേ ഇത്രയും കോലാഹലങ്ങൾ നടന്നപ്പോൾ ഈ ഇലക്ഷൻ്റെയൊക്കെ ചൂടിൽ ഈ രാഷ്ട്രീയ വിഷയത്തിൻ്റെ പേരിൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ LDF സർക്കാർ തോറ്റ് പൊട്ടി താറുമാറായതെന്ന് വ്യക്തമായിട്ട് ഒരാൾക്കെങ്കിലും അറിയാം. സുപ്രീം കോടതിക്ക്, പിന്നെ കലിയുഗവരദനായ സ്വാമി അയ്യപ്പനും. കാരണം അതുകൊണ്ടാണ് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയവർക്കെതിരായ ജനവിധി തന്നെയാണിത്. അതാരും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അത് BJP-ക്കാർ പോലും പറയുന്നില്ല അല്ലേ? അല്ല, അവർക്ക് വികസിത കേരളം മതി, അവർക്ക് അയ്യപ്പനെ വേണ്ട. അതെ, കേരളത്തിലെ ഉടുതുണിക്ക് മറുതുണി എടുക്കാൻ ഒരാളെ, ഒരു വ്യക്തിയെ പ്രാപ്തനാക്കിയിട്ട് പോരെ അയാളെ കാറ് കയറ്റി വിടുന്നത്? വികസിത കേരളം അപ്പോൾ പോരെ? ശബരിമല വിഷയം കൊണ്ടുവന്ന് ഉന്നയിച്ച് സുരേന്ദ്രനൊക്കെ 2018 അടി വാങ്ങി. ശശികല ടീച്ചറൊക്കെ പത്തനംതിട്ട കിടന്ന് പോലീസിന്റെ ലാത്തി ചാർജിൽ പെട്ടു അല്ലേ? നിരവധി കേസുകൾ തലയിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഫീൽഡിലിറങ്ങി അയ്യപ്പന് വേണ്ടി നിലയ്ക്കലൊക്കെ നിന്ന് അടികൊണ്ടവരാണ് സുരേന്ദ്രനടക്കമുള്ള അന്നത്തെ BJP നേതൃത്വം. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്നൊരു പുത്തൻ കുറ്റുകാരുണ്ട്. സംസ്ഥാന സർക്കാർ പോലും ഇത്തവണ സുപ്രീം കോടതിയുടെ മുന്നിൽ ധരിപ്പിച്ചത് ഞങ്ങൾ സത്യവാങ്മൂലം തിരുത്തുകയാണ്, ശബരിമലയിൽ സ്ത്രീ പ്രവേശനം വേണമെന്ന നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറുകയാണ്. യുവതീ പ്രവേശനം വേണമെന്ന നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറുകയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഓടിയെത്തും 60 വയസ്സിന് അകത്തുള്ള, 10 വയസ്സിന് മുമ്പും ശേഷവും 60 വയസ്സിനകത്തുള്ള. അത് ഞങ്ങൾ തിരുത്തുകയാണെന്ന് ഇടത് സർക്കാർ വരെ വ്യക്തമായി കാല് പിടിച്ച് പറഞ്ഞിട്ട് പോലും തോറ്റമ്പിപ്പോയി. അതേ നിലപാട് സ്റ്റാറ്റസ് കോ ഇപ്പോഴും തുടരുകയാണ്. അപ്പോഴാണ് യങ് ലോയേഴ്സ് അസോസിയേഷൻ, അപ്പോൾ 9 അംഗ സുപ്രീം കോടതി ബെഞ്ചാണ്, ജസ്റ്റിസ് നാഗരത്ന, അദ്ദേഹം ചോദിച്ചു, എവിടുന്നാണ് വരുന്നത്? ഞങ്ങൾ യങ് ലോയേഴ്സ് അസോസിയേഷനാണ്. ആയിക്കൊള്ളട്ടെ, നിങ്ങൾ വിശ്വാസികളാണോ? അല്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അഭിഭാഷകനോട് അടുത്ത് ചോദിച്ചു, നിങ്ങളിത് എവിടെയെങ്കിലും അസോസിയേഷനാണല്ലോ, പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ്? പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ്. ആരാ പ്രസിഡന്റ്? അതൊരു നൗഷാദ് അലിയാണ്. അപ്പോൾ 9 പേരും തലയാട്ടി, 9 അംഗ സുപ്രീം കോടതി ബെഞ്ചും തലയാട്ടിട്ട് പറഞ്ഞു, പത്രവാർത്തയുടെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തുടക്കത്തിലെ ഹർജി ചുരുട്ടിക്കുട്ടി വെളിയിൽ കളയണമായിരുന്നു. അത് ചെയ്യാത്തത് രജിസ്ട്രാറുടെ പിടിപ്പുകേടാണെന്ന് വരെ പറഞ്ഞു. അതുകൊണ്ട് മേലാൽ ഇങ്ങോട്ട് വന്ന് പോരുന്നത്. അപ്പം അത്രത്തോളം അധപതിച്ചിരിക്കുന്ന ഈ ഒരു കൂട്ടം അഭിഭാഷകർ പോലും. അത് മാത്രമല്ല രതീഷ് ജി, അതിനകത്ത് വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട്, ഈ വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ, ബംഗാളിലെ അക്രമം, പിന്നെ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ആസാമിലെ ഒരു വളരെ എന്താ പറയുക, ഒരു വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു വോട്ടെടുപ്പാണ് ആസാമിൽ. അപ്പോൾ ഇതെല്ലാം എന്നാൽ നുഴഞ്ഞുകയറ്റ പ്രശ്നമൊക്കെ ഒരു വശത്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ ബഹളത്തിനിടയിൽ സത്യത്തിൽ ഈ സുപ്രീം കോടതിയിൽ നടന്ന ഈ 9 അംഗ ബെഞ്ചിന് മുന്നിൽ നടന്ന ശബരിമല യുവതീ പ്രവേശനം വേണമോ വേണ്ടയോ എന്ന പുനഃപരിശോധനാ ഹർജിയിന്മേലുള്ള വാദം വേണ്ട വിധത്തിൽ ജനശ്രദ്ധ ആകർഷിച്ചില്ല. ഇത് വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ടിരുന്നു. പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ചാനലുകൾ ഒരു ചെറിയ വാർത്ത കൊടുത്തങ്ങ് പോയി. കാരണം ഈ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും ഈ തെരഞ്ഞെടുപ്പിൻ്റെ വാർത്തകൾക്ക് വലിയ സ്വീകാര്യത കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും ഇപ്പം ഇന്നിപ്പം നമ്മൾ എന്ത് കാണണം, എന്ത് കേൾക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഇവിടുത്തെ ചാനലുകളാണല്ലോ. അതായത് അവർ പറയുന്നത് കേട്ടുകൊള്ളുക, അല്ലാതെ ഇഷ്ടപ്പെട്ട പ്രിയ ഗീതങ്ങൾ, അതായത് നമുക്ക് ആവശ്യമുള്ള ഗാനങ്ങൾ എഴുതി അറിയിക്കും, അവരത് സംപ്രേഷണം ചെയ്യും എന്ന് പറഞ്ഞ പോലെ. ഇതിൻ്റെ ഇടയിൽ ഈ വാർത്ത അങ്ങ് മുങ്ങിപ്പോയി. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സുപ്രീം കോടതിയിൽ തുടർച്ചയായിട്ട് വാദങ്ങൾ നടക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ സംസ്ഥാന സർക്കാർ, നമുക്കറിയാം, സർക്കാർ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിച്ചിട്ട് പുതിയ സത്യവാങ്മൂലം കൊടുത്തു. അത് പക്ഷേ വോട്ടെടുപ്പിന് മുമ്പാണ്. ഈ ഏപ്രിൽ 9-ാം തീയതി ആയിരുന്നു കേരളത്തിലെ വോട്ടെടുപ്പ്. അതിനു മുമ്പ് സംസ്ഥാന സർക്കാർ വളരെ കൃത്യമായിട്ട് ലേലു വല്ലു പറഞ്ഞ് സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ച് സത്യവാങ്മൂലം തിരുത്തി. ദേവസ്വം മന്ത്രി എന്നിട്ടത് ദേവസ്വം ബോർഡാണ്
ഞങ്ങൾക്കതിനകത്ത് പങ്കൊന്നുമില്ലേ? കെഞ്ചി ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ, അതായത് മതപരമായ കാര്യത്തിൽ, വിശ്വാസപരമായ കാര്യത്തിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മതേതര സർക്കാർ ഇടപെടുന്നത് ശരിയല്ല എന്ന ഒരു ക്ലോസ് കൂടെ വെച്ചു. അയ്യപ്പന് തൊട്ടടുത്ത് കോട്ടയത്ത് അല്ല, ഇത് 2018 ഇത് അറിഞ്ഞുകൂടായിരുന്നു. 2018 മതേതര സർക്കാർ മതവിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല, സുപ്രീം കോടതിയിൽ നിന്നൊരു വിധിയുണ്ടായി എന്നും പറഞ്ഞ് അതും പൊക്കിപ്പിടിച്ചുകൊണ്ട് ശബരിമലയിൽ ഈ യുവതികളെ കയറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ മുൻകൈ എടുക്കരുത് എന്ന തോന്നൽ 2018-ലും 2019-ലും ഉണ്ടായില്ലല്ലോ. അന്ന് വിവേകമല്ല, അന്ന് തിരിച്ചറിവുണ്ടായില്ല, അന്ന് ബോധം ഉണ്ടായിരുന്നില്ല. അന്ന് വിചാരിച്ചത് ഇതിൻ്റെ പേരിൽ മുതലെടുക്കാം, ഇവിടെ RSSകാരും ഹിന്ദു സംഘടനകളും എല്ലാം കൂടെ ചാടി ഇറങ്ങി വലിയ കലാപം ഉണ്ടാക്കും, ഇതിൽ നിന്ന് മുതലെടുക്കാം എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അത് മുഴുവനും ചീറ്റിപ്പോയി, അമ്പേ ചീറ്റിപ്പോയി. ഇപ്പോൾ ബോധം ഉണ്ടായി. എന്താ, 19-ലും തിരിച്ചടി കിട്ടി, 24-ലും തിരിച്ചടി കിട്ടി, 25-ലെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും കനത്ത തിരിച്ചടി കിട്ടി. അപ്പോൾ അടി കൊണ്ടപ്പം ബോധം വന്നു. അതാണ് ഏപ്രിൽ 9-ന് മുമ്പ്, വോട്ടെടുപ്പിന് മുമ്പ് തന്നെ കൊണ്ട് സത്യവാങ്മൂലം തിരുത്തിയത്. അയ്യപ്പൻ കനിയില്ലല്ലോ. അല്ല, അയ്യപ്പൻ കനിയില്ല. അതൊരു കാര്യമുണ്ട് രാജേഷ് ജി, ചെയ്ത കർമ്മത്തിന്റെ ഫലം കൊടുക്കാനല്ലേ അയ്യപ്പനും പറ്റുള്ളൂ. ചെയ്യാത്ത കർമ്മത്തിന്റെ ഫലം കൊടുക്കാൻ അയ്യപ്പന് പറ്റുമോ? 3 ദേവസ്വം മന്ത്രിമാരാണ് പൊട്ടിത്താഴെ അല്ലേ? 3 ദേവസ്വം മന്ത്രിമാര്, ശിവകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, വാസവന്റെ തോൽവി വളരെ ദയനീയമാണ്. ഗംഭീര 20,000 ചെറിയ വോട്ടുകൾ കുറവ്, 20,000 ചെറിയ വോട്ടുകൾ കുറവ്. അതെ. അപ്പൊ ഇവിടെ സംഭവിച്ചത് ഈ സത്യവാങ്മൂലമൊക്കെ കോടതി കിട്ടി. മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, ഇപ്പൊ സധൈര്യം ആരും ഈ മറ്റേ ഇത് വിടാനില്ല, ഇൻഡാസ് വിടാനില്ല, ആരും ഒന്നും പറയാനില്ല. കൃത്യമായിട്ട് സധൈര്യം നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇപ്പൊ പമ്പയിൽ ചെന്ന് മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. മറ്റേതാണെങ്കിൽ എന്തൊക്കെയായിരുന്നു? അവർ പറയുന്ന JCB വിളിക്കണം, അവർ പറയുന്ന കോൺട്രാക്ടറെ കൊണ്ട് മണൽ വാരിക്കണം, അവർ പറയുന്ന കോൺട്രാക്ടറെ പമ്പ വൃത്തിയാക്കാൻ ഏൽപ്പിക്കണം, അവർ പറയുന്ന കോൺട്രാക്ടറെ സന്നിധി മറ്റേ എല്ലാം അവർ പറയുന്ന. ഇപ്പൊ തൽക്കാലത്തേക്ക് ദേവസ്വം ബോർഡിന്റെ കയ്യിൽ അതൊന്നുമില്ല. അത് മാത്രമല്ല, നമ്മൾ കോടതിയുടെ വിഷയത്തിലേക്ക്, ഇപ്പോൾ സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് ഈ ഹർജിക്കാരെ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇത് മതപരമായ വിഷയമാണ്, ഞങ്ങൾ അതിനകത്ത് ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല, ആചാരം എന്താണോ പാരമ്പര്യം എന്താണോ അത് തുടരുക. കാരണം ഭാരതത്തിൽ അനേകം ഈ പറഞ്ഞതുപോലെ ജാതി മത വിഭാഗങ്ങളുണ്ട്. അവരുടെ എല്ലാം ആചാരപരമായ കാര്യങ്ങൾ അതിനെ ഒന്നും ക്രോഡീകരിച്ച് അതിനെ ഏകീകരിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. മാത്രമല്ല, അത് ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം പുലർത്താനും അത് ആചരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന നൽകുന്നുണ്ട്. ഭരണഘടനയിൽ ഇല്ലാത്ത ഒന്ന് ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. അവർ വളരെ കൃത്യമായിട്ട്, മുമ്പും കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം കൊടുത്തത് അങ്ങനെ തന്നെയാണ്. അല്ലാതെ അവിടെ യുവതികളെ പ്രവേശിപ്പിക്കണം അതിനോട് അനുകൂലമായ നിലപാടാണ് കേന്ദ്ര സർക്കാരിനെന്നല്ല. പിന്നെ ഇതൊരു ഫെഡറൽ സംവിധാനത്തിൽ ഈ പറഞ്ഞതുപോലെ സംസ്ഥാനത്തിൻ്റെ വിഷയമാണ്, കേരളത്തിലെ ഒരു ക്ഷേത്രത്തിലെ വിഷയമാണ്, കേരളത്തിലെ എല്ലാ ക്ഷേത്രത്തിലെയും വിഷയമല്ല. എങ്കിൽ അതിനൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഉത്തരം നമുക്ക് പറയാമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ല, ജനറലൈസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ ഒരു പ്രത്യേകത, അതായത് ആ പ്രതിഷ്ഠയുടെ പ്രത്യേകതയാണ്. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദേവതാ സങ്കല്പമാണ്. ആ സങ്കല്പത്തിനെ ആരാധിക്കുന്നവർക്ക് അതിൻ്റെതായ നിയമങ്ങളും ചിട്ടകളും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അത് പാലിക്കുക. ഇനി അത് പാലിക്കാത്തവർ അങ്ങോട്ട് പോണ്ടെന്നേ. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? നിങ്ങൾക്ക് ഇതിൽ വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോണ്ട. നിങ്ങൾ ഈ പൂച്ചയ്ക്ക് എന്താ പൊന്നൊരുക്കുന്നിടത്ത് കാര്യം? ഒരു കാര്യവുമില്ല. പിന്നെ എന്തിനാ അങ്ങോട്ട് പോകണം? അപ്പോൾ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? വിശ്വാസികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വിശ്വാസികൾ ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവരവിടെ ചില ആചരണങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ട്. അത് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇനി ഞാൻ വിശ്വാസിയല്ല, എനിക്ക് അവിടെ ഒന്ന് പോകണം, ശരി പൊയ്ക്കോളൂ, പക്ഷെ അവിടുത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തെറ്റിക്കരുത്. ഇതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. സുപ്രീം കോടതി അത് അംഗീകരിച്ചു. ശരിയാണ്. നിങ്ങൾ രാജേഷ് ജി, ഇവിടെ നമ്മുടെ ഒരു സാധാരണ മജിസ്ട്രേറ്റ് കോടതിയിൽ എനിക്ക് നേരിട്ട് ചെന്ന് എനിക്കൊരു പരാതി ഉണ്ടെന്നും പറഞ്ഞ് അവിടെ ഇടിച്ചു കയറാൻ പറ്റുമോ? ഒരു സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലാം, എനിക്കൊരു പരാതിയുണ്ട് അല്ലേ, മജിസ്ട്രേറ്റ് കോടതിയിൽ ചെല്ലാൻ പറ്റുമോ? മജിസ്ട്രേറ്റ്, ഒരു വക്കീലിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഞാനൊരു സാധാരണക്കാരൻ്റെ കാര്യം പറഞ്ഞു. ഒരു മജിസ്ട്രേറ്റ് കോടതി തൊട്ട് സുപ്രീം കോടതി വരെ ഒരു സാധാരണക്കാരന് ചെന്ന് ഇടിച്ചു കയറാൻ പറ്റുമോ? ഇന്ത്യൻ പാർലമെൻറ്റിനകത്തേക്ക് പറ്റുമോ?
നമ്മുടെ നിയമസഭയിൽ പറ്റുമോ? പറ്റില്ല. ഒരു പഞ്ചായത്ത് ഭരണസമിതി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ആ ഭരണസമിതി അംഗമല്ലാത്ത ഒരാളിന് ഇടിച്ചു കയറി ചെല്ലാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ചില പ്രോട്ടോക്കോളുകളുണ്ട്, ഇതിനൊക്കെ ചില രീതികളുണ്ട്. അത് നമ്മളെല്ലാം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെയുള്ളൂ വിശ്വാസത്തിൻ്റെ കാര്യത്തിലും. അവിടെ എന്തിനാണ് ഈ വേണ്ടാത്ത ഇതിന് പോകുന്നത്? അപ്പോൾ കോടതി പറഞ്ഞ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ കാര്യം വളരെ ശരിയാണ്. ആരാ ഈ യങ് ലോയേഴ്സ് അസോസിയേഷൻ? ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവരെന്തിനാണ് ഈ ഹർജി കൊടുത്തത്? അതാണ് ആ പ്രസിഡന്റ് പേര് കേട്ടപ്പോഴേ കോടതിക്ക് എല്ലാം മനസ്സിലായി. അവരാരൊക്കെയാണ് അംഗങ്ങളെന്നൊക്കെ മനസ്സിലായപ്പോൾ കോടതി പേരുകൾ കേട്ടപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങളുടെ ഈ ഹർജി വലിച്ചു ചുരുട്ടി ചവറ്റുകുട്ടയിൽ ഇടേണ്ടതായിരുന്നു തുടക്കത്തിൽ. ഇത് പരിഗണിക്കാൻ ഇത് നമ്പരിട്ടത് തന്നെ രജിസ്ട്രാറുടെ തെറ്റാണ് എന്ന് കോടതിക്ക് പറയേണ്ടി വന്നത് അതുകൊണ്ടാണ്. അത് മാത്രമല്ല, തുടരെ കോടതി ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യങ്ങൾക്കൊന്നും ഈ പറഞ്ഞതുപോലെ ഒരു കൃത്യമായ ഉത്തരം കൊടുക്കാൻ ഇവർക്കാർക്കും സാധിച്ചില്ല. അതേസമയം സംസ്ഥാന സർക്കാരൊട്ട് സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയ സത്യവാങ്മൂലം കൊടുക്കുകയും ചെയ്തു. ഇടയ്ക്ക് ഇവരോട് ഈ പറഞ്ഞതുപോലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഇത് മൗലികാവകാശ ലംഘനമാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി കൃത്യമായ ചോദ്യങ്ങളുമായിട്ട് കോടതി അതിനെ നേരിട്ടു. ഇടയ്ക്കൊരു ചോദ്യം കോടതി ചോദിച്ചത്, ഇതൊക്കെ പറയാൻ നിങ്ങൾ അവിടുത്തെ പൂജാരിയാണോ, നിങ്ങൾ അവിടുത്തെ തന്ത്രിയാണോ എന്നുപോലും കോടതി ചോദിച്ചു. കാരണം ഈ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറയാൻ നിങ്ങൾ അയ്യപ്പ വിശ്വാസിയാണ്, ആയിക്കോട്ടെ, നിങ്ങൾ അയ്യപ്പ വിശ്വാസിയാണെങ്കിൽ ആ അയ്യപ്പ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ശബരിമലയിൽ ദർശനം നടത്തണമെങ്കിൽ അതിന് ചില പദ്ധതികളുണ്ട്, അതിന് ചില നിയമങ്ങളുണ്ട്, അതിന് ചില വകുപ്പുകളുണ്ട്, ചട്ടങ്ങളുണ്ട്. അത് പാലിക്കാമെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങോട്ട് പോയാൽ മതി. വാദിഭാഗത്തിന്റെ അഭിഭാഷകൻ ഒരു ചൗധരിയാണ് എന്ത് നിസ്സാരമായിട്ട് പറഞ്ഞു, ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് യുവതികൾ വരുന്ന താല്പര്യമില്ലെന്ന് തന്ത്രി പറഞ്ഞു ദേവപ്രശ്നത്തിൽ. അങ്ങനെ നിസ്സാരമായിട്ട് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, അവർക്ക് ഇതിൻ്റെ ആധാരം എന്താണെന്ന് അറിയില്ല. ഈ വിശ്വാസത്തിൻ്റെ ആധാരം എന്താണ്? അത് അയ്യപ്പൻ്റെ നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്, അതൊരു സങ്കല്പമാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നിയമം അനുസരിച്ച് ഈ ദേവത ഡയറ്റി വിഗ്രഹം എന്ന് പറയുന്നത് മൈനറാണ്. അപ്പോൾ അതിനൊരു ഉടമസ്ഥനുണ്ട്, അതിനൊരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവെന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥൻ, അതുപോലെ തന്ത്രി, ഇവരൊക്കെയാണ്. അവരാണ് പറയേണ്ടത്, ഇതാണ് പാരമ്പര്യം, ഞങ്ങളിങ്ങനെ ആചരിച്ചു വരുന്നു, ഇതൊരു വിശ്വാസമാണ്, ഇതിനകത്ത് ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വെറും ഭൗതികമായൊരു കാര്യമല്ല, നമ്മുടെ മാനസിക, ആത്മീയ, ബൗദ്ധിക തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പത്മനാഭസ്വാമി തിരുവിതാംകൂർ രായ കുടുംബത്തിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കണം എന്നൊക്കെ പറഞ്ഞ് വാദിച്ച അന്നത്തെ VS അടക്കമുള്ള അവരുടെ ശിഷ്യന്മാരാണ് ഈ കിടന്ന് ഈ അലപ്പുണ്ടാക്കുന്നത് അവർ തന്നെയാണ്. അല്ല, അതൊക്കെ ഇതിന് ഞാൻ പറഞ്ഞ അതാണ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവർ പറഞ്ഞതാണ് ഇതിന്റെ ശരിയായ ഉത്തരം. ഈ ഹർജി ചുരുട്ടുകൂട്ടി ചവറ്റുകുട്ടയെ കളയേണ്ടതാണ്. അതിന് പകരം ഇതിനെ എടുത്തു വെച്ച് ഇങ്ങനെ ചർവിത ചർവണം പോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വിലപ്പെട്ട സമയമാണ് കളയുന്നത്. വേറെ എത്രയോ കേസുകൾ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങൾ കോടതികളിൽ വന്ന് കിടക്കുകയാണ്. അത് എടുത്ത് നോക്കുന്നതിന് പകരം കോടതിയുടെ വിലപ്പെട്ട സമയം കളയാൻ യങ് ലോയേഴ്സ് അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു. അത് ഈ പറഞ്ഞത് പോലെ ഈ സംസ്ഥാന സർക്കാരും ഒക്കെ അതിന് ആദ്യം ഓശാന പാടി പിണറായി സർക്കാർ, ഇപ്പോൾ അടി കൊണ്ടപ്പോൾ നേരം വെളുത്തു, അപ്പോൾ അവർ തീരുമാനം മാറ്റി. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. കോടതി വളരെ കൃത്യമായിട്ട്, ഇപ്പം ഈ BV നാഗരത്ന എന്ന് പറയുന്ന ജഡ്ജി വളരെ കൃത്യമായ ചോദ്യങ്ങൾ അതിനകത്ത് ചോദിക്കുന്നുണ്ട്. ഇതിനകത്തൊരു ഒരു 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 വനിതാ ജഡ്ജി ഉണ്ട്. ആ വനിതാ ജഡ്ജിയാണ് ഈ പറഞ്ഞതുപോലെ ഈ ഇത്തരം ചോദ്യങ്ങളെല്ലാം പ്രധാനമായിട്ടും ചോദിച്ചിരിക്കുന്നത്. ഇനി മറ്റൊന്ന്, അന്ന് ഈ ദീപക് മിശ്രയുടെ ബെഞ്ച് വിധി പറഞ്ഞപ്പോഴും അതിനകത്തൊരു വനിതാ ജഡ്ജി ഉണ്ടായിരുന്നു. അവരും വളരെ കൃത്യമായിട്ട്, അവർ മാത്രമാണ് ഇതിനെതിരെ നിന്നത്. തീർച്ചയായിട്ടും യുവതീ പ്രവേശനം അനുവദിക്കരുത്, ഇത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, ഇത് ആചാര അനുഷ്ഠാനങ്ങളുടെയും മതത്തിൻ്റെയും ഭാഗമാണ്. ഇതിനകത്ത് ഭരണഘടന നൽകുന്ന നമുക്ക്, അതായത് നമ്മളൊരു ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിന് നമുക്ക് എങ്ങനെയാണോ സ്വാതന്ത്ര്യമുള്ളത്, അതുപോലെ തന്നെ അവിടെ പ്രവേശിക്കാതിരിക്കുന്നതിനും നമുക്ക് ചില നിയമങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് പ്രവേശനം ഹിന്ദുക്കൾക്ക് മാത്രം, അഹിന്ദുക്കൾക്ക് പ്രവേശനം. അവിടെ വിജയിന് എഴുതി കൊടുക്കേണ്ടി വന്നു, ഞാൻ ഹിന്ദുമത വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികം, അതിന് കുഴപ്പമൊന്നുമില്ല. ഒരാൾ ഹിന്ദുമത വിശ്വാസം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴത്തില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ, അപ്പോൾ ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്.
അതിനെല്ലാം ഈ അനാവശ്യമായി കോടതി കയറ്റി വേണ്ടാത്ത കുഴപ്പങ്ങൾ അതിനകത്ത് ഉണ്ടാക്കി ഈ എന്താ പറയുക വെടക്കാക്കി തനിക്കാക്കുക, അതൊരു ശരിയായ കാര്യമില്ല. അതിനാണ് യങ് ലോയേഴ്സ് അസോസിയേഷൻ ശ്രമിച്ചത്. അതിന് പിണറായി സർക്കാർ കൂട്ടുനിൽക്കുകയായിരുന്നു. ഇപ്പോഴിതാ പിണറായി സർക്കാരിന് നേരം വെളുത്തു, യങ് ലോയേഴ്സ് അസോസിയേഷന് നേരം വെളുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സുപ്രീം കോടതി കൃത്യമായിട്ട് ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം പരിഗണിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അവിടെ നമുക്കിപ്പോൾ അറിയാം, NSS ഉൾപ്പെടെയുള്ളവർ ഇതിൽ കക്ഷി ചേർന്നതാണല്ലോ. ഇപ്പം SNDP കക്ഷി ചേർന്നിട്ടില്ലെങ്കിലും അവരുടെ ഒരു താല്പര്യം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കണമെന്ന് തന്നെയാണ്. പക്ഷെ ഇനിയിപ്പോൾ പാലിക്കേണ്ട, യുവതികൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് വാദിക്കുന്ന ഹിന്ദുക്കളും ഉണ്ട്, വിശ്വാസികളായ ആൾക്കാരും ഉണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ പാരമ്പര്യത്തെയും ആചാരങ്ങളെയും പിന്തുടർന്നു വന്ന ആചാരങ്ങളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് അതിനെ എന്താ പറയുക അട്ടിമറിച്ചുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക എളുപ്പമല്ല, അത് ശരിയുമല്ല. ഈ കേസിൽ കക്ഷി ചേരാത്തത് കൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ അന്ന് അയ്യപ്പ സംഗമത്തിന് വന്നപ്പോൾ പിണറായി വിജയൻ തൻ്റെ കാറിൽ കയറ്റിയത്. കക്ഷി ചേർന്നത് കൊണ്ടാണ് സുകുമാരൻ നേരെ വിളിക്കാത്തത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഞാനിപ്പോൾ അത്തരം വിവാദപരമായ വിഷയങ്ങളിലേക്ക് നടന്ന സംഭവമാണ്. അല്ല, അത് കാറിൽ കയറ്റിയതിന്റെ ഫലം ഇപ്പോൾ കണ്ടല്ലോ. ഇന്നിപ്പോൾ AMAരിഫ് പറഞ്ഞിരിക്കുന്നത് എന്താ? AMAരിഫ് പറഞ്ഞിരിക്കുന്നത് വെള്ളാപ്പള്ളിയാണ് ഈ വോട്ട് മൊത്തം നശിപ്പിച്ചത്. മുസ്ലിം വിരുദ്ധത വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കാൻ വെള്ളാപ്പള്ളി എന്നോട്ടാണ് മുസ്ലിം വിരുദ്ധത പറഞ്ഞു തുടങ്ങിയത്? ഈ വോട്ടെണ്ണൽ കഴിഞ്ഞ ശേഷം അല്ലേ? വെള്ളാപ്പള്ളി മുസ്ലിം വിരുദ്ധത ഒന്നുകിൽ അന്ന് മലപ്പുറത്തെ കാര്യം പറഞ്ഞിരിക്കും. അതിനെ പ്രതിരോധിക്കാൻ CPIക്കാർ തുനിയാത്തത് കൊണ്ടാണ് ഈ പരാജയപ്പെട്ടത്. അല്ലല്ല, അവിടെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. CPIക്കാരല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതാണ് കൂടുതൽ ശരി. അതായത് ഈ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി വർഗീയത പറയുന്നു. ഈ വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച് വളരെ കൃത്യമാണ് 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ വെള്ളാപ്പള്ളി നടേശനെ അഴിച്ചുവിട്ട് പിണറായി വിജയൻ തനിക്ക് ആവശ്യമുള്ളതെല്ലാം അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പറയിക്കുകയായിരുന്നു. ഈ മുസ്ലിം വിരുദ്ധത അദ്ദേഹത്തിൻ്റെ നാവിലൂടെ പറയിക്കുകയായിരുന്നു. എന്താണ് ലക്ഷ്യം? നഷ്ടപ്പെട്ട ഈഴവ വോട്ട് തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ട തീയ വോട്ട് തിരിച്ചു പിടിക്കണം, നഷ്ടപ്പെട്ട ഹിന്ദു വോട്ട് തിരിച്ചു പിടിക്കണം. എന്ത് കിട്ടി? ലീഗിന് ചരിത്രപരമായ സീറ്റുകൾ കിട്ടി. കിട്ടിയത് ആനമുട്ട. ലീഗ് നോക്കിയപ്പോൾ വെള്ളാപ്പള്ളി ഇവിടെ നിന്ന് പറയുകയാണ് എല്ലാം നിങ്ങൾക്ക്. ലീഗ് മാത്രമല്ല മുസ്ലിം സമുദായം മുഴുവനും ലീഗിനോടൊപ്പം ഉറച്ചു നിന്നു. കാരണം അവർ ഭയന്നു പോയി. CPM സമുദായം എന്ന് പറഞ്ഞാൽ CPM-ന് വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം, UDF-ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു വിഭാഗം അല്ല, LDF-ന് വോട്ട് ചെയ്തിരുന്ന CPM-ന് വോട്ട് ചെയ്തിരുന്ന ഒരു വിഭാഗം അപ്പോൾ തന്നെ അടർന്നു മാറി. അവർ UDF-ലേക്ക് മടങ്ങിപ്പോയി. അതുകൊണ്ടാണ് തവനൂരിൽ KT ജലീൽ വൻ തോൽവി ഏറ്റുവാങ്ങിയത്. നോക്കൂ, അവിടെ തവനൂരിൽ ഒരു അമുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് UDF-ന് ജയിപ്പിക്കാൻ പറ്റിയെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു വലിയ വിജയമല്ലേ? അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൃത്യമായിട്ട്. ഈ നമ്പറുകളൊന്നും ഏറ്റില്ല. ഈ പറഞ്ഞ പോലെ കടിച്ചതുമില്ല, പിടിച്ചതുമില്ല. കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിൽ ഇരുന്നത് തൊട്ട് എടുക്കാനും പറ്റിയില്ല. എന്താണ് ശബരിമല കേസ്? വെള്ളാപ്പള്ളിയെ അഴിച്ചുവിട്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇത് കാലം കാത്തുവെച്ച കാവ്യനീതിയാണ്. അത് തീർച്ചയായിട്ടും ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് ഒക്കെ ലാഭം കൊയ്യാൻ, രാഷ്ട്രീയ ലാഭം നേടാൻ ഉദ്ദേശിച്ച ആൾക്കാർക്ക് കനത്ത തിരിച്ചടി ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകും. അത് ഞാനിത് നേരത്തെ തന്നെ പറയുന്നൊരു കാര്യമാണ്. തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു. അല്ല, ഇനിയും കിട്ടാനുണ്ടെന്നേ. ഇത് തീർന്നില്ല, ഇനിയും കിട്ടാനുണ്ട്. ഇനി വരാൻ പോകുന്ന കാലം വലിയ വെല്ലുവിളി നിറഞ്ഞതാണ്. ഇവർക്ക് അതിനെ അതിജീവിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും നമ്മുടെ വിഷയം രാഷ്ട്രീയമല്ല, ഒരു നിയമപ്രശ്നമാണ്. സുപ്രീം കോടതി 9-അംഗ ഭരണഘടനാ ബെഞ്ച് വളരെ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്ത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാരമ്പര്യം എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ അത് പാലിക്കട്ടെ, അത് മുന്നോട്ട് കൊണ്ടുപോകട്ടെ. എന്തിനാണ് ഇതിനകത്ത് നമ്മൾ ശല്യപ്പെടുത്താൻ പോകുന്നത്? വിശ്വാസികൾ അവരുടെ ഭാഗത്ത് അങ്ങനെ ജീവിച്ചോട്ടെ. അതുകൊണ്ട് ആർക്കും ദോഷമൊന്നുമില്ലല്ലോ, നഷ്ടമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു വിശ്വാസം പുലർത്തുന്നത് കൊണ്ട് മറ്റേതെങ്കിലും ഒരു ജീവിക്ക് അതൊരു ദോഷകരമായി മാറുമെങ്കിൽ, അവർക്കത് ഉപദ്രവമായി മാറുമെങ്കിൽ നമുക്കതിനെ എതിർക്കാം. അതൊന്നുമില്ല. അവരവരുടെ വിശ്വാസം, അവരവരുടെ ആചരണം, അവരവരുടെ അനുഷ്ഠാനം, അതങ്ങനെ അങ്ങ് പോകട്ടെ. അതല്ലേ നല്ലത്. എന്തിനാണ് ഈ കുളം കലക്കി മീൻ പിടിക്കാൻ നിൽക്കുന്നത്? അത് നിങ്ങൾക്ക് നല്ലതല്ല.
ആർക്കാണെങ്കിലും, അത് യങ് ലോയേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും അവരുടെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ബുദ്ധികേന്ദ്രങ്ങളാണെങ്കിലും ശരി, അതൊന്നും നല്ലതല്ല. അത് തീർച്ചയായിട്ടും വലിയ തിരിച്ചടിക്ക് കാരണമാവുള്ളൂ. ഇപ്പോൾ കിട്ടിയതിൽ നിന്ന് പാഠം പഠിച്ച് ഇനിയെങ്കിലും അത്തരം കുത്തിത്തിരിപ്പുകൾക്ക് പോകാതിരുന്നാൽ ഇപ്പോൾ പോയവർക്ക് നിന്ന് പിഴയ്ക്കാം. അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊന്നും പറയാനില്ല. എന്തായാലും സുപ്രീം കോടതി ഏറ്റവും ഉചിതമായ തീരുമാനം കൈക്കൊണ്ട് ഏറ്റവും ഉചിതമായ രീതിയിൽ ആ വിചാരണ മുന്നോട്ട് കൊണ്ടുപോകുന്നു, വാദങ്ങൾ കേൾക്കുന്നു. ആ വിഷയത്തിൽ ഭക്തർക്ക് ഏറ്റവും അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ കരുതുന്നു.